ദേവീശരണം അയ്യന്തോൾ പുത്തൂർക്കര ദേശത്ത് സ്ഥിതി ചെയ്യുന്ന കുണ്ടൂർ ഭഗവതി ക്ഷേത്രം. അവിടുത്തെ മേൽശാന്തിയാണ് സലീഷ് ശാന്തി. ഈ ക്ഷേത്രത്തിലെ മൂർത്തികൾ പ്രധാനപ്പെട്ട ദേവത കൊടുങ്ങല്ലൂർ ഭഗവതി, വിഷ്ണുമായ സ്വാമി, പിന്നെ ഉപദേവതകളായിട്ട് കരിങ്കുട്ടി സ്വാമി, വീരഭദ്രസ്വാമി, അതുപോലെ നാഗദേവതകൾ, മണ്ണുടയോൻ, എണ്ടൻ, മുണ്ടൻ, അങ്ങനെ ഉപദേവതകളായിട്ട് ആരാധിച്ചു പോരുന്നു. പ്രധാനമായിട്ട് ഇവിടെ വഴിപാടായിട്ട് വരുന്നത് മകരച്ചുവ ദിവസം പൊങ്കാല, അത് കഴിഞ്ഞാൽ തിങ്കൾ ചൊവ്വ തോറ്റമ്പാട്ട് മഹോത്സവം, മകരച്ചുവ കഴിഞ്ഞ് പിന്നത്തെ തിങ്കൾ ചൊവ്വ തോറ്റമ്പാട്ട് മഹോത്സവമായിട്ട് ആഘോഷിക്കുന്നു. പ്രതിഷ്ഠാദിനം കുംഭമാസത്തിലെ ഉത്രാട നക്ഷത്രത്തിലാണ് വരുന്നത്. പിന്നെ കർക്കിടക മാസത്തിൽ രാമായണ പാരായണവും സർവേശ്വരി പൂജ, മഹാഗണപതി ഹോമം, കന്നിമാസത്തിലെ ആയില്യത്തിന് നാഗദേവതകൾക്ക് പ്രധാനമായിട്ട് ആയില്യപൂജ, വിശേഷമായിട്ട് ആയില്യപൂജ നടത്തി വരുന്നു. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളാണ് വിശേഷമായിട്ട് നമുക്ക് പൂജകൾ വരുന്നത്. പ്രധാനമായിട്ട് അന്ന് വിശേഷാൽ പൂജകളും കാര്യങ്ങളും, മുട്ടറക്കൽ, അങ്ങനെയുള്ള വിശേഷമായിട്ടുള്ള പൂജകളൊക്കെ ചൊവ്വ, വെള്ളി, ഞായറായിട്ട് നമ്മൾ ആഘോഷിച്ച് വരുന്നു ക്ഷേത്രത്തിൽ. അതാണ് പ്രധാനമായിട്ടുള്ള വഴിപാടുകളായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ കുടുംബം ഒരു 5-6 തറവാട്ട് ക്ഷേത്രമാണെങ്കിലും ഈ ദേശവാസികളെല്ലാവരും ഈ ക്ഷേത്രത്തിനോട്, കൊടുങ്ങല്ലൂർ അമ്മയായതുകൊണ്ട് ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട് എല്ലാവരും പ്രദേശവാസികളും ഈ ദേവതയെ ആരാധിച്ചു പോരുന്നു. അവർക്കതിനുള്ള അനുഗ്രഹങ്ങളും ദേവിയുടെ അനുഗ്രഹങ്ങളും അവർക്ക് ലഭിക്കുന്നുണ്ട്. പുത്തൂർക്കര കുണ്ടൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ആരംഭം പണ്ട് കാലത്ത് മലബാർ ജില്ല എന്നൊരു സ്ഥാപനമാണ് മലബാറിലാകെ ഉണ്ടായിരുന്നത്. അത് ഇന്ന് 3-4 ജില്ലകളായി, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, അങ്ങനെ 4 ജില്ലകളായിട്ട് രൂപാന്തരപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിലുള്ളതായ ഒരു സ്ഥലമാണ് ഈ കുണ്ടൂർ എന്ന് പറയുന്ന ദേശം. അവിടെ ഞങ്ങളുടെ പിതാമഹന്മാരായിട്ട് ചില കുഴപ്പങ്ങളൊക്കെ കാരണം കൊണ്ട് ഒരു 500 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് പോരേണ്ട ഒരു സ്ഥിതി ഉണ്ടായി. അങ്ങനെയാണ് ഇവിടെ ഈ സ്ഥാപനം നമ്മൾ ആരംഭിക്കുന്നത്. ഈ സ്ഥാപനത്തിൽ ഏകദേശം ഇപ്പോൾ അന്ന് വരുമ്പോൾ 100-ൽ താഴെ കുടുംബക്കാരാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അത് രൂപാന്തരപ്പെട്ട് 300-350 എന്നുള്ള തോതിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ബന്ധുക്കളും സഹോദരിമാരെയൊക്കെ കല്യാണം ചൊല്ലുന്നവരെല്ലാവരും കൂടി നോക്കുമ്പോൾ 500ഓളം കുടുംബങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ക്ഷേത്രത്തിന് സ്ഥിതി ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും തന്നെ ഇവിടെ എല്ലാ വിശേഷങ്ങൾക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ള ഞങ്ങളുടെ ഉത്സവം ഈ തോറ്റമ്പാട്ട് തന്നെയാണ്. അത് എല്ലാ കൊല്ലവും നമ്മൾ മകരച്ചൊവ്വ കഴിഞ്ഞാൽ അടുത്ത തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കുംഭമാസത്തിലെ ശിവരാത്രിക്ക് പ്രതിഷ്ഠാ ദിനം ഉത്രാടം നാളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഉള്ളത് ഒരു കൊല്ലത്തിൽ വലിയൊരു മഹാഗണപതി ഹോമം, സർവൈശ്വര്യ പൂജയുണ്ട്, അതും നടത്തി വരുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ടുള്ള ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ നമ്മുടെ ഇവിടുത്തെ. പിന്നെ ദിവസം കാലത്ത് മറ്റ് ക്ഷേത്രങ്ങളെ പോലെ തന്നെ കാലത്ത് 6 മണിക്ക് ക്ഷേത്രം തുറന്നു കഴിഞ്ഞാൽ 9:30 വരെ ഉണ്ടായിരിക്കും. വൈകുന്നേരം 5 മണി തൊട്ട് 7 മണി വരെയാണ് ഞങ്ങളുടെ സമയം. അതുവരെ അത്യാവശ്യം എല്ലാ ആളുകൾക്കും വന്നു പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. ഈ നാട്ടിലെ ജനങ്ങളും ബന്ധുക്കളല്ലാതെ നാട്ടിലുള്ള ആളുകളും ഇവിടെ എത്തിച്ചേരുന്നുണ്ട്, എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നുണ്ട്.
വലത്തെ കൈ കൊണ്ട് എല്ലാവരും തൊട്ട് നിൽക്കാട്ടാ. തൊട്ടുന്നോ? ദേവിയുടെ കളം കയറ്റില്ലേ? ദേവിയുടെ കളം കയറ്റില്ലേ? ദേവിയുടെ കളം കയറ്റില്ലേ? 3 പ്രാവശ്യം തൊട്ടുന്നത്. മിന്നായം വന്നു ചിരിച്ച്
അവിടെ വെച്ചിട്ട്